ആദ്യം തന്നെ ഇയാളെ വന്ന ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോ എന്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കും. നമസ്കാരം. ഈ ശബ്ദം നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ട്? മറക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത് ആരുടെ ശബ്ദമാണെന്നുള്ളത്. പക്ഷേ കാര്യം വ്യക്തമായിട്ടുണ്ടാവും, കാരണം ഞാൻ തംബ്നെയിലിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെ, കുറച്ച് ദിവസം മുന്നേ നമ്മൾ മലയാളികൾക്ക് ചെവിയിൽ, ഞാൻ തന്നെയാണ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്, അതായത് നമുക്ക് നമ്മുടെ കാതുകളിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കരച്ചിൽ, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കരണ്ടിട്ടുള്ള മുക്കത്തുണ്ടായിട്ടുള്ള ആ വളരെ ദാരുണമായിട്ടുള്ള സംഭവത്തിൽ ആ കുട്ടിയുടെ വോയിസാണ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത്. അതായത് അന്ന് ദേവദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ന മോൻ അവൻ്റെ കൂട്ടാളികളും ഫ്രണ്ട്സിനെയും കൂടി ചേർന്നിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ കരച്ചിലാണ്. ആ കുട്ടിയുടെ ഒരു വോയിസാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത്. എന്താണ് അന്ന് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് സംഭവിച്ചത് എന്നുള്ളൊരു വോയിസാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത്. ഞാനത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പ്ലേ ചെയ്യാം. ആ വീഡിയോ വോയിസിലേക്ക് വോയിസ് കേൾക്കുന്നതിന് മുന്നേ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിൽ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ആ ഒരു ന്യൂസ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുകൊണ്ട് പറയേണ്ട പല ന്യൂസ് റിപ്പോർട്ട്സൊന്നും മനസ്സിലായതാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു കുട്ടീനെ ചങ്ങാതി ശല്യം ചെയ്തു വരുന്നുണ്ട്. ശരീരത്തിനെ കുറിച്ച് വർണ്ണിക്കുക, ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക, വളരെ മോശം രീതിയിൽ സംസാരിക്കുക, ത്രട്ടൻ ചെയ്യുക, പല ഘട്ടങ്ങളിലായിട്ട്. അതായത് ഒരു ട്രഡീഷണൽ പേവേർട്ടിൻ്റെ ഓപ്പറേഷണൽ രീതി, അതായത് ഏത് രീതിയിലാണ് ഒരു കുട്ടീനെ ആദ്യം ശ്രമിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം അതിനെ കോർണർ ചെയ്യുക, പ്രലോഭനങ്ങൾക്ക് വീഴ്ത്താൻ നോക്കുക, ഇത് വീഴുന്നില്ല എന്ന് കാണുന്ന സമയത്ത് ധനസഹായം കൊടുക്കുക, തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് ഇല്ല എന്നുള്ള സ്വാഭാവികമായിട്ട് അറിയുന്ന സമയത്ത് അതിനെ ഭീഷണിപ്പെടുത്തുക. ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ഘട്ടം ഘട്ടമായിട്ട് ആ കുട്ടിയുടെ മേലെ ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള അത്രയും വൃത്തികെട്ട ഒരു മൃഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷെ ഇതൊക്കെ പുറം ലോകത്ത് എത്തിയിട്ടുള്ള ആ കുട്ടി പുറത്തുവിട്ടുള്ള ആ വോയിസ് കൊണ്ട് മാത്രമാണ്. ഞാൻ നേരെ ആ ഒരു കുട്ടി എന്താണ് ഈ കുട്ടിക്ക് പറയാനുള്ളതെന്നുള്ള ആ ഒരു വോയിസിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വേറെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഫസ്റ്റ് നമുക്ക് ആ വോയിസ് കേൾക്കാം. ജോലി കഴിഞ്ഞ് വന്നതാ. റൂമിലെത്തി കുളിച്ച് ഫ്രണ്ട് ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിനില്ല. അത് ഒരു അയൺ റോഡാ, തട്ടിയിടേണ്ട ലോക്ക. ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ച് കിടന്നത്. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചു നേരം ഗെയിം കളിക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ റൂമിന്റെ ലോക്ക് ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോ ഒരു 3 നേരം ഇങ്ങനെ വരായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളെ വന്ന ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോ എന്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അയാളത് കൈ തട്ടിയപ്പോ ക്യാമറ ഓൺ ആയിട്ട് അയാളുടെ ഫേസൊക്കെ കയ്യിൽ വന്നു. ഫേസ് ഒന്ന് അയാളുടെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. രണ്ടു നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്. അത് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, ഇനി എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഒരു വട്ടം അയാൾ വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അതെ, ഞാൻ അനുഭവിക്കുന്ന വേദനയുള്ള അയാൾ അറിയണം. ഇതിപ്പോഴേ ആ ഒരു വോയിസ് കേട്ടത് കൊണ്ടും ഇങ്ങനെ ഈ കുട്ടി തുറന്നു പറഞ്ഞതുകൊണ്ടും ഇത്രയധികം പ്രശ്നങ്ങൾ ആ കുടുംബം ഒരു നിവൃത്തിയില്ലാതെ ആ വോയിസ് ലീക്കാക്കിയിട്ടുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് പുറം ലോകം ഈ രീതിയിൽ അറിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് ഏതൊരു കേസ്, ഇതുപോലെ നടക്കുന്ന ഏതൊരു കേസ് പോലെ മിണ്ടാതെ അങ്ങോട്ട് പോവുമായിരുന്നു. ഇതിപ്പോൾ എന്താ വെച്ചാൽ ആ കുട്ടിയുള്ള കാര്യങ്ങൾ എന്തോ ഭാഗ്യത്തിനാണ് അല്ലേ, വേറെ എന്തെങ്കിലും ആ കുട്ടി ചെയ്തിരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ കുട്ടിക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഓൺലൈൻ ഗെയിം കളിക്കുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ അതിൻ്റെ ഭാഗ്യത്തിനാണ് ആ ഒരു ക്യാമറ അവിടെ ഓണാക്കാനും അയാളുടെ ഫേസ് അതിൽ പതിയാനുള്ള ആ ഒരു സമയം കിട്ടിയത്. എന്തായാലും ഇതിനെക്കുറിച്ച് ചെറിയൊരു ന്യൂസ് റിപ്പോർട്ട് കൂടി ഉണ്ട്, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും.
യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ദുരുദ്ദേശത്തോടെയല്ല ഈ യുവതിയുടെ അടുത്തെത്തിയതെന്നുമാണ് ദേവദാസ് നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇയാൾ നിരന്തരം യുവതിയോട് അപമര്യാദയായി പെരുമാറുകയും ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും ചെയ്തതായി തെളിവുകൾ കിട്ടി. പീഡന ശ്രമത്തിന് ശേഷം സംഗീതം ഹോട്ടൽ ഉടമ ദേവദാസ് യുവതിയെ ഭീഷണിപ്പെടുത്തിയതിനും തെളിവ് പോലീസിന് ലഭിച്ചു. ലൈംഗിക താല്പര്യങ്ങളും ശരീരവർണ്ണനയും നടത്തി ഇയാൾ ജീവനക്കാരിക്ക് വാട്സ്ആപ്പ് വഴി സന്ദേശങ്ങൾ അയച്ചിരുന്നു. മോശമായ പെരുമാറ്റത്തിന് പലവട്ടം ഇയാൾ മാപ്പ് പറയുന്ന സന്ദേശങ്ങളുമുണ്ട്. യുവതി പരിക്കുപറ്റി ആശുപത്രിയിലായ ശേഷമാണ് ഇയാൾ ഭീഷണി സന്ദേശം അയച്ചത്. നിനക്കുള്ള ആദ്യ ഡോസാണിത് എന്നായിരുന്നു ഭീഷണി. പലവട്ടം ദേവദാസ് അപമര്യാദയായി പെരുമാറിയതോടെ ജോലി രാജിവെക്കുന്നതായി യുവതി അറിയിച്ചു. ഇതോടെയാണ് ക്ഷമാപണം നടത്തി സന്ദേശങ്ങൾ അയച്ചത്. തന്റെ ഭാഗത്തു നിന്നും ഇനി മോശമായ ഒരു പെരുമാറ്റം ഉണ്ടാകില്ലെന്ന് ദേവദാസ് ഉറപ്പ് നൽകി. ബിസിനസ് ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അവസാനമായി ഒരു അവസരം നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. കടമായി നൽകിയ പണം തിരിച്ചയക്കരുത്, നീ സങ്കേതത്തിലെ മാലാഖ ആണെന്നും വാട്സ്ആപ്പ് സന്ദേശത്തിലുണ്ട്. യുവതിയുടെ ശരീരഭാഗങ്ങളെ കുറിച്ചും ഇയാൾ വർണ്ണനകൾ നടത്തുന്നുണ്ട്. മോശമായ പെരുമാറ്റവും സന്ദേശങ്ങളും ഉണ്ടാകരുതെന്ന് യുവതി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും സന്ദേശങ്ങളിൽ വ്യക്തമാണ്. ദേവദാസിൽ നിന്നുള്ള ശല്യമേറിയതോടെയാണ് യുവതി ഇക്കാര്യം ഇയാളുടെ ഭാര്യയെ അറിയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. പിന്നീട് ദേവദാസും ജീവനക്കാരും ഭീഷണിയുമായി താമസ സ്ഥലത്തെത്തുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. തുടർന്നാണ് യുവതി രക്ഷപ്പെടാനായി 1-ാം നിലയിൽ നിന്നും ചാടിയതും ഗുരുതരമായി പരിക്കേറ്റതും. ഒളിവിൽ പോകുന്നതിനിടെ കുന്നംകുളത്ത് വെച്ച് പിടിയിലായ ദേവദാസ് റിമാൻഡിലാണ്. ദേവദാസിന്റെ കൂട്ടാളികളായ 2 ജീവനക്കാർ കീഴടങ്ങിയിരുന്നു. സുരേഷ്, റിയാസ് എന്നിവരാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. നട്ടലിന് പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാവം, എത്രയും പെട്ടെന്ന് കുട്ടി സുഖം പ്രാപിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. വീണ്ടും ഞാൻ ഈ വീഡിയോ തുടങ്ങി അതേ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഓരോ മലയാളിയും ഈ ന്യൂസ് കേട്ടിട്ടുള്ള എല്ലാവരും കേട്ടിട്ടുള്ള സംഭവമാണ് ആ കുട്ടിയുടെ കാതിൽ മുഴങ്ങി കേൾക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ ഉള്ള എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് കേൾക്കണം, അത് പലരും കേൾക്കണം, പലരിലേക്ക് എത്തിക്കണം. കാരണം എന്താണെന്നറിയോ, ഒരു മാനം പോകുന്നതിനേക്കാളും ഭേദം ജീവൻ പോകുമെന്ന് വിചാരിച്ച കുട്ടിട്ട് ഇതിന്ന് ആരെങ്കിലും വന്ന് രക്ഷിക്കൂ എന്ന് ഇതുപോലുള്ള സമയങ്ങളിൽ കുട്ടികളെ പീഡിപ്പിക്കാൻ, ചെറിയൊരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ചെല്ലുന്ന ആൾക്കാരുണ്ടല്ലോ, ആ സമയത്ത് അവരനുഭവിക്കുന്ന ആ ഒരു മാനസിക വിഷമം ഇതിലേറെ കൂടുതൽ ഒരാൾക്കും ലോകത്തോട് വിളിച്ചു പറയാനോ തുറന്നു കാണിക്കാനോ കഴിയില്ല. ഇതുപോലത്തെ കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. പക്ഷെ നമ്മുടെ നാട് ഇങ്ങനെയാണ്, ലോകം ഇങ്ങനെയാണ്, ആവർത്തിക്കാതിരിക്കില്ല. കാരണം മനുഷ്യന്മാരിങ്ങനെയാണ്. പക്ഷേ ഒരാൾക്കെങ്കിലും ആ ഒരു ശബ്ദം കേട്ടിട്ട്, ആ ഒരു എന്താ പറയുക, ആ ഒരു സൗണ്ട്, ആ കുട്ടിയുടെ ആ ഒരു നിലവിളി കേട്ടിട്ട് മനംമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിലേറെ വലിയൊരു കാര്യം ഈ ലോകത്തിന് സംഭവിക്കാനില്ല. ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചു നേരം ഗെയിം കളിക്കാറ്. അപ്പൊ പെട്ടെന്ന് എൻ്റെ റൂമിന്റെ ലോക്കാരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോ ഒരു 3 നേരം ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാ വന്നെ, ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോ എന്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അയാളത് കൈ തട്ടിയപ്പോ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ കയ്യിൽ വന്നു. ഫേസ് ഒന്ന് അയാളുടെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. എന്റെ നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്.